ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ 20 വയസ്സോ 30 വയസ്സുള്ള ആൾക്കാർ മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ഞാൻ എടുത്തു പറയാനായിട്ട് കാരണം, ഞാൻ വളരെ ചെറുപ്പത്തിൽ 21-ാമത്തെ വയസ്സിലൊക്കെ ഞാൻ നമ്മുടെ കേരളം വിട്ടൊക്കെ സൗദിയിലേക്ക് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ കുറി കാര്യങ്ങൾ ഇങ്ങനത്തെ സേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികളെ പറ്റിയിട്ട് പറഞ്ഞു തരാനോ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ ഏകദേശം എൻ്റെ ഒരു 30-31-ാമത്തെ വയസ്സിലാണ് എനിക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഞാൻ പോയ സമയത്ത്, അതായത് എൻ്റെ 21-ാമത്തെ വയസ്സ് തൊട്ട് ഞാനൊരു 2500 രൂപ അല്ലെങ്കിൽ 5000 രൂപ എനിക്ക് മാറ്റി വെക്കായിരുന്നു. എന്ത് തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാലും എനിക്ക് മാറ്റി വെക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ വലിയ എൻ്റെ സമ്പാദ്യത്തിനൊപ്പം തന്നെ വേറെ നമ്മൾ കാണാകാശ് പോലെ വലിയൊരു തുകയായിട്ടായിരിക്കും എനിക്ക് നാട്ടിലൊക്കെ വന്ന് സെറ്റിൽ ആവാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്കത് പറ്റിയില്ല. പക്ഷെ ആ അറിഞ്ഞ സമയം തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ട് നമ്മൾ അവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ നമുക്ക് ഫാമിലിയുടെ ഒപ്പം നമുക്ക് താമസിക്കാനായിട്ട് തിരിച്ചു വരാനായിട്ട് നമുക്ക് പറ്റി. ഒരു കോൺഫിഡൻസ് വന്നു നമുക്ക്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് രീതികളുണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞപ്പോൾ. അപ്പോൾ വിദേശത്തേക്ക് പോയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ കഴിച്ചിട്ടും നിങ്ങൾക്ക് 5000 രൂപ മാറ്റി വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ 2500 രൂപ പറ്റും. അപ്പൊ നിങ്ങളുടെ നല്ല പ്രായത്തിൽ ഒന്നും അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ ഒരു 40 ആ ഒരു റേഞ്ചിലെങ്കിലായാലും നിങ്ങളുടെ അവിടുത്തെ കമ്പനികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടുത്തെ സമ്പാദ്യം അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കാണാകാശ് പോലെ നല്ലൊരു പൈസ ആയിട്ട് വന്നിട്ട് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഷുവർ ആയിട്ട് പറ്റും. അപ്പോൾ അത് നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഒരു 20-30 വയസ്സിനിടയിലുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും അവർക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് മ്യൂച്വൽ ഫണ്ട്, NPS, ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുണ്ട്, അതായത് ഇൻവെസ്റ്റ് ഒക്കെ താല്പര്യമുണ്ട്, എനിക്ക് നല്ല ഒരു പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് മനസ്സിലാഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു 1CR പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. മുന്നും ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാനൊരു എക്സൽ ഷീറ്റിന്റെ സഹായത്തോടെ നിങ്ങൾക്കത് എങ്ങനെയാണ് അത് വർക്ക് ആവുക എന്നുള്ളത് കാണിച്ചു തരാം. അതായത് 10,000 രൂപ 142 ട്രേഡുകൾക്ക് ശേഷം 1 കോടി ആവണ ഒരു പ്രൊസീജിയറാണ് അത്. അപ്പോൾ ഓരോ 10,000 രൂപ നിക്ഷേപിച്ചിട്ട്, ഒരു 10,000 രൂപ നിക്ഷേപിച്ചിട്ട് നമ്മൾ അതിന്റെ 5% പ്രോഫിറ്റ് ആകുമ്പോൾ വിൽക്കണു, അതെല്ലാം കൂടിയിട്ട് അടുത്ത സ്റ്റോക്കിൽ ഇടണു. അങ്ങനെ 142 തവണ ചെയ്യണ സമയത്ത് അത് 1CR ആവണ ഒരു മാജിക് ആണ് ശരിക്കും കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ട് ഈസിയാണ്, 142 അല്ല നമുക്ക് പെട്ടെന്ന് പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം, അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഭയങ്കര ചലഞ്ചിങ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അത് ഞാൻ ഇതിലൂടെ ഈ ഒരു എക്സൽ ഷീറ്റ് ഒക്കെ സഹായത്തോടെ പറയാണ്. നിങ്ങൾക്ക് 10,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 വർഷം, നിങ്ങൾ അതായത് 25 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഒരു 35 വയസ്സ് വരെ ഞാൻ ചെയ്യും, എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഞാൻ അതിൽ തളരില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് സക്സസ് ആയിട്ട് നടക്കും. 30 വയസ്സായാലും 35 വയസ്സായാലും 40 വയസ്സായാലും 45 ആയാലും അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ തുടങ്ങി ഇൻവെസ്റ്റ്മെന്റ്. ട്രേഡിംഗ് അല്ല, ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ഇതല്ല, പ്യുവർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിങ്, നല്ല കമ്പനികൾ കണ്ടുപിടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ പ്രക്രിയ. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ പഠിച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് ഒരു എക്സൽ ഷീറ്റ് ആണ്, 1CR പ്രൊജക്റ്റിന്റെ ഒരു എക്സൽ ഷീറ്റ്. അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻ ആണ് ഞാൻ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഒരു ഇതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ആദ്യം നമ്മൾ 10,000 രൂപയാണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ 5% പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് 10,500 10,500 ആയിട്ട് മാറും. അടുത്ത സ്റ്റോക്കിൽ നമ്മൾ ആ 10,500 നമ്മൾ അതിനുള്ള സ്റ്റോക്ക് മേടിച്ചിടുക. അത് 5% ആയി കഴിഞ്ഞാൽ 525 രൂപ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അതും കൂടിയിട്ട് 11,025 രൂപയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റോക്കിൽ നിക്ഷേപിക്കേണ്ടത്. അങ്ങനെ തുടരെ നമ്മൾ കണ്ടിന്യൂസ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊണ്ടുവരുമ്പോൾ സമയത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല, ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ചിലപ്പോൾ 1, 2, 3 സക്സസ് ആയാൽ പോലും നമുക്ക് പിന്നത്തേലായിരിക്കും നമ്മുടെ ക്ഷമ പരീക്ഷിക്കുക. അപ്പൊ ഇട്ടു പോരുത്. അതിനായിട്ട് ഒരു 10,000 രൂപ നിങ്ങൾ മാറ്റി വെക്കുക, വേറെ ഒന്നും ചിന്തിക്കണ്ട. മറ്റുള്ള പൈസ കൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, അത് പ്രശ്നമുള്ള കാര്യമല്ല.
ഇനി പൈസ തീരില്ലാത്തവരും ഇത് ശ്രമിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് പൈസക്കാരാവാനായിട്ട് പറ്റില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ, അത് ആദ്യം മനസ്സിലാക്കുക. ഈ തുക 50,000 ആവണമെങ്കിൽ ഏകദേശം 34 തവണ ഈ പ്രക്രിയ നടക്കണം. 34ാമത്തെ തവണയാണ് ഈ പ്രക്രിയ നടക്കുന്ന സമയത്ത് നമുക്ക് അതൊരു 50,000 രൂപയിലേക്ക് എത്താം. വലിയൊരു തുകയായിട്ട് നിങ്ങൾക്ക് അത് തോന്നില്ല. ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 1-1.5 വർഷത്തോളം അല്ലെങ്കിൽ 2 വർഷത്തോളം കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് അത്രയ്ക്ക് ലോങ്ങിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അത് ഇട്ട് പോവാണ്ട് അതുവരെ സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾ ഒരുപാട് നോളജ് മാർക്കറ്റിൽ നിന്ന് കിട്ടും. പെട്ടെന്ന് മൂവ് ചെയ്യണ സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ആയിട്ട് അത് മാറും. ഈ പ്രക്രിയ വീണ്ടും തുടർന്ന് ഏകദേശം 48-49ാമത്തെ റേഞ്ച് എത്തുമ്പോൾ, അതായത് നമ്മൾ 34 ആയിരുന്നു, 34ൽ നിന്നും 49ലേക്ക് എത്താനായിട്ടുള്ള ദൂരം വളരെ കുറവാണ്. അപ്പോഴേക്കും ഈ 50 എന്നുള്ളത് 1,00,000ലേക്ക് എത്താണ്, 50,000 എന്നുള്ളത് 1,00,000ലേക്ക് എത്താണ്. അതാണ് ഇതിന്റെ മാജിക്. അപ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു 3-3.5 കൊല്ലോ അല്ലെങ്കിൽ ഒരു 4 കൊല്ലോ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നും നിങ്ങൾ എന്തായാലും ഉറപ്പാണ് നിങ്ങൾ ഫിൽട്ടർ ആയിണ്ടാവും, അതിൽ നിന്ന് എക്സ്പീരിയൻസ് ആയിണ്ടാവും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. നേരെ നിങ്ങൾ നോക്കുക, 49ാമത്തേന്ന് വീണ്ടും തുടരെ വളരെ നല്ല സക്സസ് ആയിട്ട് നിങ്ങൾ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1,00,000 രൂപ ആവാനായിട്ട്, അതായത് 1,00,000 രൂപ 49,000-ലായി, സോറി, അത് ഒരു 10 ലക്ഷത്തിലെത്താനായിട്ടുള്ളത് ഞാൻ പറയാം. അപ്പൊ 49ൽ നിന്ന് ഏകദേശം നിങ്ങൾ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് അത് 96ാമത്തെ, അതായത് നമ്മൾ 50,000 34-ലെത്തി, 49-ലെത്തിയപ്പോൾ അത് 1,00,000 മാറി. ആ 1,00,000ത്തിൽ നിന്ന് 10 ലക്ഷം ആവാനായിട്ട് 96 എന്നുള്ള ഒരു സംഖ്യ, 96 തവണ ഈ പ്രക്രിയ നമ്മൾ നടത്തണം. ഒരു പക്ഷെ ചിലപ്പോൾ നമുക്ക് അതെത്താനായിട്ട് ചിലപ്പോൾ 7-8 കൊല്ലമൊക്കെ പിടിച്ചെന്ന് വരാം. എന്നാലും നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ 10,000 രൂപ മാത്രമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആ 10,000ത്തിന്റെ എത്ര ടൈംസ് ആണ് നമുക്ക് ഒരു 7 കൊല്ലത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 8 കൊല്ലത്തിന്റെ ഉള്ളിൽ എന്നുള്ളത് സ്വയം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് ഒരു ചെറുപ്പക്കാരനെ, ഒരു 20 വയസ്സായിട്ടുള്ള 21 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു 10 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സ്, അവന്റെ ഏകദേശം ഒരു വിവാഹത്തിനോടൊക്കെ അടുപ്പിച്ച് ആ ഭാഗം ഇതായിരിക്കാം. അപ്പൊ നമ്മള് ജോലി ചെയ്യണു, സക്സസ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് ഏൺ ചെയ്യണു, മറ്റുള്ള ആക്ടിവിറ്റീസ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് രീതികളൊക്കെ, അതിന്റെ ഒപ്പം തന്നെ ഇതൊരു സൈഡായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ചിന്തിക്കുക, 96-ലെത്തിയപ്പോൾ ഏകദേശം 10 ലക്ഷമായി. അവിടുന്ന് സക്സസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് 129, 96-ൽ നിന്ന് നമ്മൾ അവിടുന്ന് ചാടി സക്സസ് ആയി പോവാണെങ്കിൽ ഏകദേശം 129ാമത്തെ ട്രേഡ് എത്തുമ്പോൾ ഏകദേശം അത് 50 ലക്ഷം രൂപ 51 ലക്ഷം രൂപയിലേക്ക് ജമ്പ് ചെയ്യാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ കോമഡോ, ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ 5% പ്രോഫിറ്റ് എടുത്ത് തന്നെയാണ് ഇതിൽ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ സക്സസ് ആയി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണിത്. പക്ഷെ ഇത് നടത്തിയെടുക്കാനായിട്ട് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ നമുക്ക് നല്ല ക്ഷമ വേണം. അതായത് ഒരു 15 വർഷത്തൊക്കെ ചിലപ്പോ നമുക്ക് ജേണി ആയിരിക്കും ഇതൊക്കെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന്. ചിലപ്പോ നല്ല ടാലന്റ് ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു ലക്കും കൂടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നൊക്കെ ചിലപ്പോ ആയെന്നും വരാം. അപ്പൊ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു ലോങ്ങിലേക്ക് ചിന്തിക്കുക, അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 142ാമത്തെ ട്രേഡ് നമ്മൾ ചെയ്തിട്ട് അതിന്റെ 5% പ്രോഫിറ്റ് നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ ഏകദേശം ആ ഒരു തുകയാണ് 1 കോടി, എത്ര, 10, 100, 1000, 10,000 ലക്ഷം. അതായത് 1,65,059. അതായത് 1 കോടി 2 ലക്ഷം കൂട്ട് 1 കോടി, അത് നമുക്ക് റൗണ്ട് ആക്കാം 1 കോടി. അപ്പൊ ആ 1 CR പ്രോജക്റ്റ് സക്സസിലേക്ക് നമ്മൾ എത്താനായിട്ട് 142 തവണ നമ്മൾ ഈ പ്രക്രിയ ചെയ്യാണ്. അത് ചെറിയൊരു കാര്യമായിട്ടല്ല എനിക്ക് തോന്നുന്നത്, അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് എളുപ്പമല്ല. ഒരുപാട് കയറ്റിറക്കങ്ങൾ മാർക്കറ്റിൽ വരാം, നമുക്ക് ഒരു ആവശ്യങ്ങൾ വരാം, നമ്മുടെ കണ്ണ് മഞ്ഞളിക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ വരും. അതൊക്കെ സസ്റ്റെയിൻ ചെയ്ത് പോണവർക്ക് എത്താനുള്ള ഒരു പാതയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു 10 രൂപ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാവർക്കും പറ്റും, എനിക്ക് ഷുവറാണ്. നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തായാലും 1 CR ഒരു ഭാഗമായിട്ട് നിങ്ങൾ സക്സസിലേക്ക് എത്തും. ഇതാണ് ഈ ഒരു എക്സൽ ഷീറ്റിന്റെ ഒരു മാജിക്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ആദ്യത്തെ 1, 2, 3, 4, 5 ചിലപ്പോൾ സക്സസിലേക്ക് വന്നു കഴിഞ്ഞാൽ 6ാമത്തേല് നമ്മൾ പെടും.
അപ്പോ അത് അങ്ങനെയാണ് അതിന്റെ. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് കയറി വരാനായിട്ട് ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കാം. എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലവർ സക്സസ് ആയിട്ട് മുന്നോട്ട് പോവാം, 10-20 കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ഞാനത് പറഞ്ഞ നിങ്ങൾ ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ എന്നുള്ള രീതിയിലത്തെ മൈൻഡ് സെറ്റ് ചെയ്യരുത്. നിങ്ങൾ സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് 10 വർഷം 10,000 രൂപ 10 വർഷം ഞാനത് സക്സസിലേക്ക് എത്തും. അപ്പൊ നല്ല അത് സ്റ്റോക്ക് എവിടെ എടുക്കുക, ഏത് പ്രഷർ പോയിന്റിൽ അത് എടുക്കണം, അതിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല സ്റ്റോക്കുകൾ എടുത്ത്, അല്ലാണ്ട് വെറുതെ ഒരു പേരിനായിട്ട് അങ്ങനെ ചെയ്യരുത്. പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ വീണ്ടും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇതിലൊക്കെ കൊടുക്കാം. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.